ഇന്ന് നമ്മൾ ഒരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസത്തിലെ സെക്കൻഡ് ചാപ്റ്റർ ആയ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്റർ കേട്ടോ. അതായത് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന് പറയുന്ന യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഫ്ലവറിനെ കുറിച്ചിട്ട്, അതായത് ഫ്ലവർ എ ഫാസിനേറ്റിംഗ് ഓർഗൻ ഓഫ് ആൻജിയോസ്പേം, അതായത് ആൻജിയോസ്പേമിലെ ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ മോഹിപ്പിക്കുന്ന ഒരു ഓർഗൻ തന്നെയാണ് ഫ്ലവർ. അതിന്റെ പ്രീ ഫെർട്ടിലൈസേഷനിൽ നമ്മൾ ആൻഡ്രീഷ്യത്തിന്റെയും ഗൈനീഷ്യത്തിന്റെയും സ്ട്രക്ചറും അതിൽ ഉള്ളിൽ എങ്ങനെയാണ് ഗ്യാമീറ്റോജനസിസ് നടക്കുന്നതെന്നും അതേപോലെ തന്നെ ഗ്യാമീറ്റ് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതും എന്നുള്ള പ്രോസസ്സാണ് പ്രീ ഫെർട്ടിലൈസേഷനിൽ പഠിക്കുന്നത്. നെക്സ്റ്റ് ഡബിൾ ഫെർട്ടിലൈസേഷൻ ആണ് പഠിക്കുന്നത്. അതിന്റെ അടുത്ത ടോപ്പിക് നമ്മൾ പോസ്റ്റ് ഫെർട്ടിലൈസേഷനിൽ എന്തൊക്കെ സ്ട്രക്ചേഴ്സ് ആണ് ഉള്ളത്, റിമെയിൻ ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അതിന് അസോസിയേറ്റ് ആയിട്ടുള്ള ഈവന്റ്സ് എന്തൊക്കെയാണ്. അതേപോലെ ഇതിനകത്ത് എക്സ്ട്രാ 2 ടോപ്പിക്സ് പഠിക്കുന്നുണ്ട്, എപ്പോമിക്സിസും പോളിഎംബ്രിയോണിയും കേട്ടോ. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ഉള്ളടക്കം. നമുക്കിനി നോക്കാം. നമ്മൾ ഈ പ്ലാന്റ്സ് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന, സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ശരിക്കും നമുക്കൊരു ലക്ക് തന്നെയല്ലേ. കാരണം എന്താ, പ്ലാന്റ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലവേഴ്സ് അത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് അല്ലെ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫാസിനേറ്റിംഗ് ഓർഗൻ, നമ്മളെ മോഹിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. ഈ നമുക്ക് ഇതിന്റെ ഒരു പൂവിനെ നോക്കുക എന്ന് പറയുന്നതിന് നമുക്കൊരു എൻജോയ്മെന്റ് ആണ്. അതേപോലെ തന്നെ ആ പൂവിന്റെ മണം, അതുപോലെ സെന്റ് ആൻഡ് പെർഫ്യൂം, ദീസ് ഓൾ വിൽ സ്വൂൺ ഓവർ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി നമ്മൾ വേറെ ഏതോ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന പോലെ ആയിരിക്കും, ഒരു മോഹാലസ്യം പോലെ അല്ലെ. അതുകൊണ്ടല്ലേ ഈ കവികളൊക്കെ ഫ്ലവേഴ്സിനെയൊക്കെ പറ്റിയിട്ട് കവിതയൊക്കെ എഴുതുന്നത്. അതേപോലെ നമ്മൾ ഇതിന്റെ റിച്ച് കളേഴ്സും ഒക്കെ നമ്മളെ അട്രാക്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഇതൊക്കെ കാണുമ്പോഴും എന്താണ്, ഈ പൂ എന്ന് പറയുന്നത് ആൻജിയോസ്പേമിലെ സെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു എയ്ഡാണ്. എയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ടൂളാണ്. സെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനാണ് ഈ പറയുന്ന ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സ് നമ്മുടെ സെൽഫിഷ്നെസ്സിന് വേണ്ടിയിട്ടുള്ളതല്ല, നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സെൽഫിഷ്നെസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുള്ളതല്ല. അതിന്റെ പ്രൈമറി ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കുന്നത് ഈ ഫ്ലവറിന്റെ ഡെവലപ്മെന്റ് ഉള്ളത് കൊണ്ടാണ്. ഫ്ലവേഴ്സിന്റെ ഉള്ളിലാണ് അതിന്റെ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള ആൻഡ്രീഷ്യം, ഗൈനീഷ്യം ഒക്കെ കാണുന്നത്. ഓക്കെ, നമുക്ക് പലതരത്തിലുള്ള ഇൻഫ്ലോറസൻസ് കാണാൻ കഴിയും. ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞാൽ പൂക്കുലകൾ, അതുപോലെ തന്നെ ഫ്ലവേഴ്സ് കാണാൻ കഴിയും, അതുപോലെ ഫ്ലവറിന്റെ ഡിഫറെന്റ് പാർട്സ് കാണാൻ കഴിയും. ഇതൊക്കെ ഒരു അമേസിംഗ് റേഞ്ച് ഓഫ് അഡാപ്റ്റേഷൻസ് കാണിക്കുന്നുണ്ട്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ പല തരത്തിലുള്ള സ്ട്രക്ചർ അത് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ, അത് ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എൻഡ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ടും സീഡും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള പല അഡാപ്റ്റേഷൻസും കാണുന്നത് നമുക്ക് അറിയാൻ കഴിയും അല്ലെ. നമ്മളെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് പഠിച്ചപ്പോൾ ഓരോ ഫ്ലവറിന്റെ സ്ട്രക്ചർ, അതിന്റെ പോളിനേഷന് വേണ്ടിയിട്ട് അത് ഇന്ന രീതിയിൽ മോഡിഫൈ ചെയ്തേക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ ഓരോ തരത്തില് ഈ പറയുന്ന ഫ്ലവേഴ്സ് മോഡിഫൈ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഫ്രൂട്ട്സും സീഡ്സും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിന്റെ എൻഡ് പ്രോഡക്റ്റ് ഓഫ് ദ സെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് പല തരത്തിലുള്ള, നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ അഡാപ്റ്റേഷൻസ് ഈ ഫ്ലവേഴ്സും ഇൻഫ്ലോറസൻസും കാണിക്കുന്നുണ്ട്. ഈ ചാപ്റ്ററിൽ നമ്മൾ മോർഫോളജി, സ്ട്രക്ചർ ആൻഡ് പ്രോസസ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അതായത് ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ ആ ഫ്ലവറിന്റെ മോർഫോളജിയും സ്ട്രക്ചറും അതുപോലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് ഫ്ലവറിംഗ് പ്ലാന്റ്സിന് നടക്കുന്നത് എന്നും ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നത്. ഫ്ലവറിംഗ് പ്ലാന്റ്സിന് പറയുന്ന വേറൊരു പേരാണ് ആൻജിയോസ്പേംസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. Are we not lucky that plants reproduce sexually? The myriads of flowers that we enjoy. Myriad എന്ന് പറഞ്ഞാൽ അനേകം, ആയിരക്കണക്കിന് flowers that we enjoy gazing at എന്ന് പറഞ്ഞാൽ looking at. The scent and the perfume that we swoon over. Swoon എന്ന് പറഞ്ഞാൽ മോഹാലസ്യപ്പെടുക എന്നൊക്കെയാണ്, ഒരു പ്രത്യേക കണ്ടീഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകും, അതാണ് swoon എന്ന് പറയുന്നത്. The rich colors that attract us are all these are an aid to sexual reproduction. Aid എന്ന് പറയുന്ന tool. Flowers do not exist only for us to be used for our own selfishness. All flowering plants show sexual reproduction. Look at the diversity of structure of the inflorescences, flowers and floral parts shows an amazing range of adaptations to ensure formation of the end product of sexual reproduction, the fruits and seeds. In this chapter, let us understand the morphology, structure and the process of sexual reproduction in flowering plants or in angiosperms. Okay, any flower a fascinating organ of angiosperm. എങ്ങനെ ഇതൊരു ഫാസിനേറ്റിംഗ് ഓർഗൻ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഹ്യൂമൻ ബീയിങ്ങിന് ഈ ഫ്ലവേഴ്സുമായിട്ട് ഒരു ഇന്റിമേറ്റ് റിലേഷൻ
റിലേഷൻഷിപ്പ് ഉണ്ട് കേട്ടോ. ആ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല, വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഉള്ളതാണ്. നമ്മൾ അതിന് ഒരു എസ്തെറ്റിക്, ഓർണമെന്റൽ, സോഷ്യൽ റിലീജിയസ് ആൻഡ് കൾച്ചറൽ വാല്യൂ ഒക്കെ ഉണ്ട് നമ്മുടെ ലൈഫിൽ. ഈ പറയുന്ന പൂക്കൾക്ക് എസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി, ഓർണമെന്റൽ വാല്യൂ, നമ്മളത് എന്താ പറയുക, തലയിൽ ചൂടാനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോഷ്യലി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒരാളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ബൊക്കെ, നമ്മളത് ഫ്ലവേഴ്സ് കൊണ്ട് ഉണ്ടാക്കുന്ന. റിലീജിയസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പൂജ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലവേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു പൂ വെച്ച് പ്രാർത്ഥിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലവേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിന് കൾച്ചറൽ വാല്യൂസും ഉണ്ട്. അതായത് ചില ഫ്ലവേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ്, അത് നമുക്ക് ഓരോ എന്താ പറയുക, പുരാണങ്ങളിലൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ കൾച്ചറൽ വാല്യൂ, നമുക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫ്ലവേഴ്സ് എന്നൊക്കെ നമുക്കറിയാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഫ്ലവേഴ്സ് പല കാര്യങ്ങളും കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ചില ഫീലിങ്സ് ലൈക്ക് ലവ്, അഫെക്ഷൻ, നമുക്ക് ഒരാളോട് ലവ് തോന്നിയാൽ, അഫെക്ഷൻ തോന്നിയാൽ നമ്മൾ സ്നേഹത്തോടെ ഒരു പൂ കൊടുക്കുക. ഹാപ്പിനെസ്, അതുപോലെ ഗ്രീഫ് എന്ന് പറഞ്ഞാൽ ഒരു ദുഃഖം തോന്നുന്ന സമയത്ത്, സങ്കടം വരുന്ന സമയത്ത്. അതുപോലെ മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദുഃഖാചരണത്തിൻ്റെ സമയത്ത് നമ്മൾ ഫ്ലവേഴ്സ് വെക്കാറുണ്ട്. ഇപ്പോൾ ഒരാൾ മരിച്ചതിന് ശേഷം അയാളുടെ സിമെട്രി പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ പൂ വയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ദുഃഖത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ഇത് പലതിന്റെ സിമ്പിളായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ഫ്ലവേഴ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഓർണമെന്റൽ വാല്യൂ ഉള്ള കുറെ ഫ്ലവേഴ്സിന്റെ പേരെടുത്ത് നോക്കിയാൽ ജാസ്മിൻ, റോസ്, ഡാലിയ, അതുപോലെ മാരിഗോൾഡ്, അങ്ങനെ കുറേ തരത്തിലുള്ള ക്രൈസാന്തിം, അങ്ങനെ കുറേ തരത്തിലുള്ള ഫ്ലവേഴ്സിന്റെ പേര് നമുക്ക് കിട്ടും അല്ലെ. നമ്മുടെ വീടുകളിൽ നട്ടു വളർത്തുന്ന നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ ഫ്ലവേഴ്സ്, അതായത് നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന വീട്ടിലും ഗാർഡനിലും ഒക്കെ കാണുന്ന ഫ്ലവേഴ്സിന്റെ ഒക്കെ പേര് നോക്കി നമുക്ക് ഒരുപാടെണ്ണം കിട്ടും, 5 ഒന്നുമല്ല അല്ലെ. ഇത് സോഷ്യൽ കൾച്ചറൽ സെലിബ്രേഷൻസ്, നമ്മുടെ ഫാമിലിയിൽ സോഷ്യൽ കൾച്ചറൽ സെലിബ്രേഷൻസിലൊക്കെ നമ്മൾ അത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി എന്താണ് ഈ ഫ്ലോറികൾച്ചർ എന്ന് പറഞ്ഞാൽ? ഫ്ലോറികൾച്ചർ എന്ന് പറഞ്ഞാൽ ഫ്ലവർ ഫാമിങ്ങിന് പറയുന്നതാണ് കേട്ടോ. അതായത് ഓർണമെന്റൽ പ്ലാന്റ്സിനെ മാത്രം നട്ടുപിടിപ്പിക്കുന്ന ആ ഫാമിങ്ങിന് പറയുന്നതാണ് ഫ്ലോറികൾച്ചർ എന്ന്. ഓക്കെ, ഇനി ഒരു ബയോളജിസ്റ്റിന് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന മോർഫോളജിക്കൽ ആൻഡ് എംബ്രിയോളജിക്കൽ മാർവൽ ആണ്. അതായത് മോർഫോളജിക്കൽ ആൻഡ് എംബ്രിയോളജിക്കൽ മാർവൽ എന്ന് പറയുന്ന അത്ഭുതം എന്നാണ് കേട്ടോ. അതുപോലെ തന്നെ ആൻഡ് ഇറ്റ് ഈസ് എ സൈറ്റ് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഒരു ബയോളജിസ്റ്റ് ഒരു ഫ്ലവറിനെ കാണുമ്പോൾ അതിന്റെ മോർഫോളജിയും അതുപോലെ തന്നെ അതിന്റെ എംബ്രിയോളജി, എങ്ങനെയാണ് അത് ഡെവലപ്പ് ആയത്, എന്ത് തരത്തിലുള്ള ഡെവലപ്മെന്റ് ആണ് ഇനി പൂവിന്റെ ഉള്ളിൽ ഉണ്ടാവുന്നത്, ഇങ്ങനെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളും സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഭാഗമായതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഒരു ബയോളജിസ്റ്റ് ഒരു ഫ്ലവറിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. നമ്മൾ ഓൾറെഡി ക്ലാസ് 11 പഠിച്ചിട്ടുണ്ട് ഫ്ലവേഴ്സിന്റെ ഡിഫറെന്റ് പാർട്സ് അല്ലേ. അത് നമുക്കിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലവറിന്റെ ഡിഫറെന്റ് പാർട്സ് എന്ന് പറഞ്ഞാൽ തലാമസ്, അതുപോലെ തന്നെ അതിന്റെ പെഡിസെൽ, അതേപോലെ സെപ്പൽസ്, പെറ്റൽസ്, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം, ആൻഡ്രീഷ്യത്തിന്റെ സിംഗിൾ യൂണിറ്റ് സ്റ്റേമൻ, ഗൈനീഷ്യത്തിന്റെ സിംഗിൾ യൂണിറ്റ് പെറ്റൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പിസ്റ്റൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ ഇതിനകത്ത് ഈ ഇപ്പോൾ ഫ്ലവറിന്റെ പാർട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 2 പാർട്ടാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നത്. ആ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്യുന്ന ഫ്ലവറിന്റെ പാർട്സിനെ നമ്മൾ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്നും അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്നും അതുപോലെ ബാക്കി ഭാഗത്തിന് ആക്സസറി പാർട്ട് ഓഫ് ദ ഫ്ലവർ എന്നും ആണ് പറയുന്നത്. അപ്പൊ ഇവിടെ ആക്സസറി പാർട്ട് എന്ന് പറയുന്നത് സെപ്പൽസും പെറ്റൽസുമാണ്. അതുപോലെ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്ന ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ആണ് കേട്ടോ. ഇവിടെ ഒരു ഫ്ലവറിന്റെ ക്രോസ് സെക്ഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് നോക്കാം എന്തൊക്കെ പാർട്ടാണ് കൊടുത്തിട്ടുള്ളതെന്ന്. സി ഹിയർ, ഇതൊരു സെപ്പലാണ്, ഇത് പെറ്റലാണ് കേട്ടോ. അതേപോലെ തന്നെ ഇത് ഈ അറേഞ്ച് ചെയ്തിട്ടില്ലേ, ഈ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത് അത് അതിന്റെ തലാമസിലാണ്. ദിസ് ഈസ് കോൾഡ് ആസ് ദ തലാമസ് ഓഫ് ഇറ്റ്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് ഈ എല്ലാ സ്റ്റേമൻസും കൂടിയതാണ് അതിന്റെ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. അതിന്റെ ഒരു സിംഗിൾ യൂണിറ്റ് ആണ് ഈ സിംഗിൾ സ്റ്റേമൻ. ഈ സ്റ്റേമന്റെ പ്രോക്സിമൽ എൻഡ് എന്ന് പറയുന്നത് അത് പെറ്റലിലേക്കോ അല്ലെങ്കിൽ തലാമസിലേക്കോ അല്ലെങ്കിൽ ടെപ്പലിലേക്കോ അറ്റാച്ച് ചെയ്ത രീതിയിലായിരിക്കും കാണുന്നത്. ഓക്കെ, അപ്പൊ ആ സ്റ്റേമന്റെ ഈ പൂവിലേക്ക് അറ്റാച്ച് ചെയ്തേക്കുന്ന ആ ഭാഗത്തിന് പ്രോക്സിമൽ എൻഡ് എന്നാ പറയാ. ആ പ്രോക്സിമൽ എൻഡാണ് പൂവിന്റെ ഉള്ളിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിനൊരു ലോങ് സ്ലെൻഡർ ഷേപ്പ്
ഷേപ്പ് ട്യൂബ് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിനെ ഫിലമെന്റ് എന്നാ പറയാ. അതിന്റെ ഡിസ്റ്റൽ എൻഡ്, അതായത് പൂവിന്ന് അകന്ന് നിൽക്കുന്ന എൻഡ് ആയിട്ടുള്ളത് ഈ ഭാഗത്തായിരിക്കും എന്ത് അറേഞ്ച് ചെയ്തേക്കുന്നത്, ആന്തർ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് പ്രോക്സിമൽ എൻഡ് ഓഫ് ദ സ്റ്റേമൻ ആണ്, ഇത് ഡിസ്റ്റൽ എൻഡ് ഓഫ് ദ സ്റ്റേമൻ ആണ്. ഇത് ആന്തറും ഇത് ഫിലമെന്റും ആണ് കേട്ടോ. ഇനി ഈ ഇത്രയും സ്ട്രക്ചറിനകത്തൊക്കെ നമ്മൾ കാണുന്ന അത് തന്നെയാണ്. പിന്നെ ഇതാണ് അതിന്റെ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിട്ടുള്ള ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. ആൻഡ്രീഷ്യത്തിന്റെ ഒരു സിംഗിൾ യൂണിറ്റിന് നമ്മൾ കാർപ്പൽ അല്ലെങ്കിൽ പിസ്റ്റിൽ എന്നാണ് പറയാ. ഈ കാർപ്പൽ അല്ലെങ്കിൽ പിസ്റ്റിലിന്റെ ഏറ്റവും ടോപ്പ് റീജിയനിലെ ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഫോർ ദ പോളൻ ഗ്രെയിൻ എന്ന് പറയുന്ന റീജിയൻ സ്റ്റിഗ്മ ആണ്. അതുപോലെ തന്നെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഈ സ്റ്റിഗ്മേനെയും ഓവറിനെയും കണക്ട് ചെയ്യുന്ന ട്യൂബ് പോലത്തെ റീജിയൻ ആണ്. ഇതിന്റെ ഫംഗ്ഷൻ പോളൻ ജെർമിനേഷൻ നടക്കുമ്പോൾ പോളൻ ട്യൂബ് എലോങ്ങേറ്റ് ചെയ്യുന്നത് ഈ ട്യൂബ് വഴി ആണെന്നുള്ളതാണ് അതിന്റെ ഫംഗ്ഷൻ കേട്ടോ. ഇതിന് നമ്മൾ സ്റ്റൈൽ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ സ്റ്റൈൽ വന്നു ചേരുന്നത് ഓവറിയിലേക്കാണ്. ഓവറിയാണ് അതിന്റെ ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് പറയുന്നത്. ഈ ഓവറിയുടെ ഉള്ളിൽ ഒവ്യൂൾ ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒവ്യൂളിന് പറയുന്ന വേറൊരു പേര് മെഗാസ്പൊറാഞ്ചിയ എന്നാണ്. അപ്പോൾ ഈ മെഗാസ്പൊറാഞ്ചിയ അല്ലെങ്കിൽ ഒവ്യൂളിന്റെ ഉള്ളിലാണ് ഫീമെയിൽ ഗാമീറ്റോഫൈറ്റ് ആയിട്ടുള്ള എംബ്രിയോ സാക്ക് ഫോം ചെയ്യുന്നത്. എംബ്രിയോ സാക്കിലാണ് ഫീമെയിൽ ഗാമീറ്റ് ആയിട്ടുള്ള എഗ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ സ്റ്റേമനിൽ മെയിൽ ഗാമീറ്റോഫൈറ്റ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻ ഫോം ചെയ്യുന്നത് ആന്തറിന്റെ ഉള്ളിലാണ്. പോളൻ ഗ്രെയിനിന്റെ ഉള്ളിൽ ജനറേറ്റീവ് സെല്ലാണ് അതിന്റെ മെയിൽ ഗാമീറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓവറിയുടെ ഉള്ളിൽ ഒവ്യൂളുണ്ട്, ഒവ്യൂളിന്റെ ഉള്ളിലാണ് എംബ്രിയോ സാക്ക് ഇരിക്കുന്നത്. പിന്നെ ഈ ഓവറിയുടെ പുറത്ത് തലാമസിന്റെ ഇടയിലായിട്ട് നമുക്ക് നെക്ടറിഫെറസ് ഏരിയ ഉണ്ട് എന്ന് പറഞ്ഞാൽ, നെക്ടറിഫെറസ് ഏരിയ എന്ന് പറഞ്ഞാൽ നെക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഇതിന്റെ പോളിനേഷന് വേണ്ടിയിട്ട് ഇൻസെക്ട്സിനെ ഒക്കെ അട്രാക്ട് ചെയ്യണമെങ്കിൽ ഇതിൽ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, നെക്ടർ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ ആ നെക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഏരിയയും കൂടെ ഉണ്ട് എന്തിന്റെ പുറത്ത്, ഈ പറയുന്ന ഓവറിയുടെയും തലാമസിന്റെയും ഇടയിലായിട്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഒരു ഫ്ലവറിന്റെ ഡിഫറെന്റ് പാർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബാക്കി നമ്മൾ ഇത് ഓരോന്നോരോന്ന് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇത്രയും ഭാഗം നമുക്കൊന്ന് വായിച്ചു നോക്കാം. Flower, a fascinating organ of angiosperms. Human beings have had an intimate relationship with flowers since time immemorial. Flowers are objects of aesthetic, ornamental, social, religious, and cultural value. They have always been used as symbols for conveying important human feelings such as love, affection, happiness, grief, mourning, etc. List at least 5 flowers of ornamental value that are commonly cultivated at home and in garden. Find out the names of 5 more flowers that are used in social and cultural celebrations in your family. Have you heard of floriculture? What does it refers to? To a biologist, flowers are morphological and embryological marvels and the site of sexual reproduction. In class 11, you have read the various parts of a flower. Figure 2.1 will help you recall the parts of a typical flower. Can you name the 2 parts in a flower in which the 2 most important units of sexual reproduction develop, that is androecium and gynoecium? Okay, ഇനി നമുക്ക് pre-fertilization structure and events നോക്കാം. പ്രീ ഫെർട്ടിലൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ഈവൻസ് ആണ് ഇനി നമ്മൾ പഠിക്കുന്നത് കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലാന്റിൽ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഒരു മൊമെന്റിൽ തോന്നി അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല. ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഡിസിഷൻ വളരെ നേരത്തെ തന്നെ കാലേ കൂട്ടി പ്ലാന്റ്സ് ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിന് കുറെ ഹോർമോണൽ ചേഞ്ചസും സ്ട്രക്ചറൽ ചേഞ്ചസും ഒക്കെ വരും. ഹോർമോണൽ ചേഞ്ചസ് എന്ന് പറയുന്നത് ആ ഒരു ഷൂട്ടില് ലീഫ് ബഡ് വരുന്നതിന് പകരം അത് അവിടെ ഫ്ലോറൽ ബഡ് അല്ലെങ്കിൽ ഫ്ലവർ ബഡ് ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്ലോറിജൻ എന്ന ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഫ്ലോറിജൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ് അവിടെ ഇത് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ, അതായത് ഫ്ലവർ ബഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. ആ ഹോർമോണിന്റെ പേരാണ് ഫ്ലോറിജൻ. അപ്പൊ ഈ ഫ്ലോറിജന്റെ പ്രൊഡക്ഷൻ വരുമ്പോഴാണ് ഈ ലീഫ് ബഡിന് പകരം ഫ്ലവർ ബഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നത് കേട്ടോ. അതേപോലെ തന്നെ വി ക്യാൻ സി ഈ സ്ട്രക്ചറൽ ചേഞ്ചസ് വരും. സ്ട്രക്ചറൽ ചേഞ്ചസ് വരും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ലീഫ് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത് ഈ ഒരു ഷൂട്ടും അത് ഇവിടെ ഒരു
ലീഫ് പ്രൊഡ്യൂസ് ചെയ്താൽ പിന്നെ കുറച്ച് ദൂരത്തിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ലീഫ് പ്രൊഡ്യൂസ് ചെയ്യുക. പക്ഷെ ഒരു ഫ്ലവർ ആ സ്റ്റെമ്മുമ്മ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ യു ജസ്റ്റ് ഇമാജിൻ ഇതൊരു സ്റ്റോക്ക് ഓഫ് ദ ഫ്ലവർ ആണെന്നിരിക്കട്ടെ, ഇതിൻ്റെ അകത്ത് ഇത് അതിന്റെ തലാമസ് ആണ്. ഇതിൽ നിന്ന് അത് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കണ്ട സെപ്പൽസ് ഇത് എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ പെറ്റൽസ് ഇത് അത്രയും അടുത്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സെപ്പൽസും പെറ്റൽസും ഒക്കെ ഓരോ ലീഫിന്റെ മോഡിഫിക്കേഷൻ ആണെന്ന് പറയാം. അതേപോലെ ആൻഡ്രീഷ്യൻ ഇവിടെ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഗൈനീഷ്യൻ ഇങ്ങനെയായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കണ്ടോ? അപ്പൊ ഇതെല്ലാം അടുത്തടുത്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇന്റർനോഡൽ ലെങ്ത് ഒന്നും ഇല്ലാത്ത രീതിയിൽ. അതാണ് ആ സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടാവും എന്ന് പറയുന്നത്. അപ്പോൾ ലീഫ് ബഡിന് പകരം ഫ്ലോറൽ ബഡ് അല്ലെങ്കിൽ ഫ്ലവർ ബഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്ലോറിജൻ സിന്തസൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രക്ചർ, ഉണ്ടാകുന്ന ആ പൂവ് എന്ന് പറയുന്നതിന്റെ സ്ട്രക്ചർ, അതിന് സ്ട്രക്ചറൽ ചേഞ്ചസ് വരും. അതിന്റെ കളറൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതേപോലെ തന്നെ ഈ പറയുന്ന നോഡൽ റീജിയന് ഒരുപാട് അകന്നായിരിക്കില്ല ഇരിക്കണം, വളരെ അടുത്തായിരിക്കും ഇരിക്കണം. അതാണ് ആ പൂവിന് ആ ഭംഗി ഉണ്ടാവാനുള്ള കാരണം കേട്ടോ. അതേപോലെ തന്നെ ഈ ഫ്ലോറിജൻ എന്ന് പറയുന്ന ഹോർമോൺ വരുന്നതോടുകൂടി ഫ്ലവറിംഗ് ഇനീഷ്യേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഫർദർ ഡെവലപ്മെന്റ് ഓഫ് ദ ഫ്ലോറൽ പ്രൈമോഡിയം വിൽ ഒക്കർ. ഫ്ലോറൽ പ്രൈമോഡിയത്തിന്റെ ഫർദർ ഡെവലപ്മെന്റും നടക്കും. അതേപോലെ ഒരു പൂക്കുലയാണ് ഉണ്ടാകുന്നതെങ്കിൽ, ഇൻഫ്ലോറസൻസ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ കുറേ ഫ്ലോറൽ ബഡ്സ് ഒരു പെഡങ്കിളിൽ അറ്റാച്ച് ചെയ്തിട്ട്, നമ്മൾ പറഞ്ഞിട്ടില്ലേ ഇൻഫ്ലോറസൻസ് അകത്ത് അതിന്റെ സ്റ്റോക്കിന് നമ്മൾ പറയുന്ന പെഡങ്കിൾ എന്നാണ്. അപ്പോൾ ഒരു പെഡങ്കിളിൽ കുറേ ഫ്ലോറൽ ബഡ്സ് ഉണ്ടായി അത് പിന്നീട് ഫ്ലവേഴ്സ് ആയിട്ട് മാറും. അപ്പോഴാണ് ഒരു പൂക്കുലയായിട്ട് മാറുന്നത് കേട്ടോ. അതേപോലെ ഫ്ലവറിന്റെ ഉള്ളിൽ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഉണ്ട്. മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആൻഡ്രീഷ്യവും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഗൈനീഷ്യവും ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ആണ് ഈ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ആക്ച്വലായിട്ട് ടേക്ക് പാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യാണ്. ബാക്കി സെപ്പൽസും പെറ്റൽസും ഒക്കെ ആക്സസറി പാർട്ട് ഓഫ് ദ ഫ്ലവർ ആണ്, ആക്സസറി വേൾഡ് എന്നാണ് അതിന് പറയാം കേട്ടോ. അതേപോലെ ആൻഡ്രീഷ്യത്തിന് ഒരു ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേമൻ കൂടിയതാണ്. എ വേൾ ഓഫ് സ്റ്റേമൻസ്, സ്റ്റേമന്റെ ഒരു വേൾ, അതായത് ഒരു ഗ്രൂപ്പ് കൂടിയതാണ് ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. അത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഗൈനീഷ്യം എന്ന് പറയുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ്. ഗൈനീഷ്യം എന്ന് പറയുന്നത് വേൾ ഓഫ് പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പലാണ് കേട്ടോ. അപ്പൊ അതിന് നമുക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഗൈനീഷ്യം എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇത്ര ഒന്ന് വായിച്ചു നോക്കാം. പ്രീ ഫെർട്ടിലൈസേഷൻ, സ്ട്രക്ചർ ആൻഡ് ഈവൻസ്. Much before the actual flower is seen on a plant, the decision that the plant is going to flower has taken place. Several hormonal and structural changes are initiated which lead to differentiation and further development of the floral primordium. Inflorescences are formed which bear the floral buds and then the flowers. In the flower, the male and female reproductive structures, the androecium and gynoecium, differentiate and develop. You would recollect that the androecium consists of a whorl of stamens representing the male reproductive organ and the gynoecium represents the female reproductive organ. ഇനി നമ്മൾ ഈ ആൻഡ്രീഷ്യത്തിലെ ഒരു സ്റ്റേമന്റെ സ്ട്രക്ചർ, അതിന്റെ ഇന്റേണൽ സ്ട്രക്ചറുമാണ് പഠിക്കുന്നത് കേട്ടോ. അതായത് സ്റ്റേമൻ, മൈക്രോസ്പൊറാഞ്ചിയം ആൻഡ് പോളൻ ഗ്രെയിൻ, ഇത്രയും ഭാഗമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. കണ്ടോ, ഫിഗർ 2.2a, ഇതാണ് ഫിഗർ 2.2a എന്ന് പറയുന്നത്. ഒരു ടിപ്പിക്കൽ സ്റ്റേമന്റെ ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന്റെ 3 ഡയമെൻഷണൽ കട്ട് സെക്ഷൻ ആണ് പിന്നെ ഇപ്പുറത്ത് കൊടുത്തിട്ടുള്ളത്. സോ ഹിയർ വി ക്യാൻ സേ ഒരു സ്റ്റേമൻ എന്ന് പറയുന്നതിന് പ്രോക്സിമൽ എൻഡ് ഇതാണ്, ഡിസ്റ്റൽ എൻഡ് ഇതാണ്. പ്രോക്സിമൽ എൻഡ് പെറ്റലിലേക്കോ ടെപ്പലിലേക്കോ തലാമസിലേക്കോ അറ്റാച്ച്ഡ് ആയിരിക്കും. ഈ ഡിസ്റ്റൽ എൻഡിലാണ് ആന്തർ കാണുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഈ സ്റ്റേമൻ എന്ന് പറയുന്ന 2 പാർട്ട് ഉണ്ട്. സ്റ്റേമന് ഒരു ഫിലമെന്റും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ആന്തറുണ്ട്. ഫിലമെന്റ് എന്ന് പറയുന്ന ലോങ് ആൻഡ് സ്ലെൻഡർ സ്റ്റോക്ക് ആണ് ഫിലമെന്റ് എന്ന് പറയുന്നത്. അതേപോലെ ആന്തർ എന്ന് പറയുന്നത് ഇതിന്റെ ഡിസ്റ്റൽ എൻഡിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള സ്ട്രക്ചറാണ് ആന്തർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ആന്തർ ബൈലോബ്ഡ് സ്ട്രക്ചർ ആണ്. കണ്ടോ, ഇത് ഒരു ലോബാണ്, ഇത് വേറൊരു ലോബാണ്. നമ്മൾ ഈ ഹൈബിസ്കസിന്റെ ഒക്കെ ആന്തർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് അത് കാണാൻ കഴിയും കേട്ടോ. ഹൈബിസ്കസിന്റെ ആന്തർ 2 പീസ് ആയിട്ടിരിക്കുന്നത്. അത് അല്ലെങ്കിൽ നമ്മൾ ലിലിയേഷ്യ ഫാമിലിയിൽ ഇപ്പം നമ്മൾ ഈ ഏപ്രിൽ ലിലിയൊക്കെ പോലത്തെ പ്ലാന്റ് ഉണ്ടല്ലോ, ഏപ്രിൽ ലിലിയിലൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് ഈ പറയുന്ന ബൈലോബ്ഡ് സ്ട്രക്ചർ കാണാൻ പറ്റും. ഓക്കെ, ഈ അതിന്റെ ഫിലമെന്റിന്റെ പ്രോക്സിമൽ എൻഡ് തലാമസിലേക്ക് അല്ലെങ്കിൽ പെറ്റലിലേക്ക് ആയിരിക്കും അറ്റാച്ച് ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, പെറ്റലിലേക്ക് ആൻഡ്രീഷ്യം അറ്റാച്ച് ചെയ്താൽ അതിന് എന്താ പറയാ, എപ്പി പെറ്റലസ് സ്റ്റേമൻ എന്നാ പറയാ, ഓർക്കണ്ടോ? അതേപോലെ തന്നെ അത് ടെപ്പലിലേക്ക് അറ്റാച്ച് ചെയ്തേക്കുന്നെങ്കിൽ എപ്പിഫിലസ് കണ്ടീഷൻ എന്നും പറയുന്നുണ്ട് അല്ലെ.
സോറി പെറ്റലിലേക്കാണ് അത് അറ്റാച്ച് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ സെപ്പലിലേക്ക് അത് അറ്റാച്ച് ചെയ്തേക്കുന്നെങ്കിൽ എപ്പി പെറ്റലസ് ഓർ എപ്പിഫിലസ് കണ്ടീഷൻ എന്നാണ് അതിനെ അറിയപ്പെടുന്നത് അല്ലെ. അതേപോലെ തന്നെ സ്റ്റേമൻ പല പ്ലാന്റ്സിൽ നോക്കിയാൽ സ്റ്റേമൻ പല തരത്തിലുള്ള പ്ലാന്റ്സിൽ, പല സ്പീഷീസിലുള്ള പ്ലാന്റ്സിൽ, പല ഫ്ലവേഴ്സിൽ സ്റ്റേമന്റെ ലെങ്ത് ഒക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നമ്മൾ കുറേ പ്ലാന്റ്സിൽ നിന്ന്, അത് ഡിഫറെന്റ് സ്പീഷീസിലുള്ള കുറേ പ്ലാന്റ്സിൽ നിന്ന് നമ്മൾ സ്റ്റേമൻ കളക്ട് ചെയ്ത് ഒരു 10 ഫ്ലവറിൽ നിന്ന് സ്റ്റേമൻ കളക്ട് ചെയ്ത് അതൊരു സ്ലൈഡും അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് വേരിയേഷൻ കാണാൻ കഴിയും അതിന്റെ സൈസിലൊക്കെ. ഓക്കെ, അതിന്റെ നമ്മൾ കെയർഫുള്ളി അത് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിസെക്റ്റിംഗ് മൈക്രോസ്കോപ്പിൽ വെച്ച് നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്സർവ് ചെയ്ത് നമ്മൾ അതിൻ്റെ ഒരു നീറ്റ് ഡയഗ്രാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷേപ്പിലും അതുപോലെ തന്നെ ആന്തർ എങ്ങനെയാണ് ഫിലമെന്റിൽ അറ്റാച്ച് ചെയ്തേക്കുന്നത് എന്നുള്ളതിലൊക്കെ ഫ്ലവർ ടു ഫ്ലവർ അത് വേരി ചെയ്യും, സ്പീഷീസ് ടു സ്പീഷീസ് കേട്ടോ. പല സ്പീഷീസിലുള്ള പ്ലാന്റിലും പല തരത്തിലായിരിക്കും ഈ പറയുന്ന ആന്തർ ഫിലമെന്റിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിനകത്തൊക്കെ നമുക്ക് വേരിയേഷൻസ് കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചിട്ട് നെക്സ്റ്റ് നോക്കാം കേട്ടോ. സ്റ്റേമൻ, മൈക്രോസ്പൊറാഞ്ചിയം ആൻഡ് പോളൻ ഗ്രെയിൻ. ഫിഗർ 2.2a shows the two parts of typical stamen, the long and slender stalk called the filamen and the terminal generally bilobed structure called as the anther. Bilobed, ഇതൊരു ലോബ്, ഇതൊരു ലോബ്. ഇത് ഇങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രയും ഒരു ലോബാണ്, അതേപോലെ തന്നെ ഇത്രയും ഒരു ലോബാണ് കേട്ടോ. ബൈലോബ്ഡ് സ്ട്രക്ചർ ഇൻ ആന്തർ. The proximal end of the filament is attached to the thalamus or the petal of the flower. Epipetalous condition if it is attached to petal. അതുപോലെ തന്നെ ലിലിയേഷ്യയിലൊക്കെ അത് ടെപ്പലിലേക്ക് അറ്റാച്ച് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ പെരിയാന്തിലേക്ക് അറ്റാച്ച് ചെയ്തേക്കുന്നത്, അത് നമ്മൾ എപ്പിഫിലസ് കണ്ടീഷൻ എന്നാ പറയാം. ഇനി the number and length of the stamen are variable in flowers of different species. If you were to collect a stamen each from 10 flowers, that is from different species, and arrange them on a slide, you would be able to appreciate the large variation in size seen in nature. Careful observation of each stamen under a dissecting microscope and making neat diagrams would elucidate the range in shape and attachment of the anthers in different flowers. ഓക്കെ, ഇനി ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പേമില് ആന്തർ വന്നിട്ട് ബൈലോബ്ഡ് സ്ട്രക്ചർ ആയിരിക്കും കേട്ടോ. അതാ ഇങ്ങനെ 2 ലോബ്സ് ഉണ്ടാവും, വിത്ത് ഈച്ച് ലോബ് ഹാവിങ് 2 തീക്ക. ഓരോ ലോബിലും 2 തീക്കാസ് ഉണ്ടാവും കേട്ടോ. ഈ ഓരോ ലോബില് ഇതൊരു തീക്കയാണ്, ഒരു ചേംബറാണ്. ഇതും ഒരു തീക്കയാണ് കേട്ടോ. ഡൈതീക്കസ് സ്ട്രക്ചർ ആയിരിക്കും കാണാം. മോണോതീക്കസ് ആന്തർ ഉണ്ട് കേട്ടോ. മോണോതീക്കസ് ആന്തർ സാധാരണയായിട്ട് മാൽവേഷ്യയിലാണ് കാണുക, അതായത് ഹൈബിസ്കസിലെ. ബൈലോബ്ഡ് ആണ്, പക്ഷെ അവർക്ക് മോണോതീക്കസ് ആണ്. അത് ഓരോ ലോബും 2 ഡിവൈഡ് ചെയ്തിട്ടില്ല കണ്ടോ. ഈ ഒരൊറ്റ ലോബ് എന്ന് പറയുന്നത് അത് ഒറ്റയായിട്ട് തന്നെയായിരിക്കും കാണാം. മാൽവേഷ്യസ് എഴുതി, മാൽവേഷ്യ എന്നാണ്, CAE ആണ് കേട്ടോ. ഐം സോറി, ഞാനത് പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് എഴുതിയിട്ടാണ്. ഓക്കെ, മാൽവേഷ്യ ഫാമിലി അല്ലെങ്കിൽ ഹൈബിസ്കസിന്റെ ഫാമിലിയിലൊക്കെ നമ്മൾ നോക്കിയാൽ ഈ ഓരോ ലോബും 2 ഡിവൈഡ് ചെയ്തിട്ടില്ല, സിംഗിൾ ലോബായിട്ടാണ് കാണുക. ഡൈതീക്കസ് സ്ട്രക്ചർ ഉണ്ടാവില്ല എന്ന് അർത്ഥം കേട്ടോ. അപ്പൊ ടിപ്പിക്കൽ ആൻജിയോസ്പേമില് ആന്തർ ബൈലോബ്ഡ് ആയിരിക്കും, ഡൈതീക്കസ് ആയിരിക്കും. ഓരോ ലോബ് 2 ചേംബർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രൂ ലെങ്ത് വൈസ് 2 തീക്കേനെ സെപ്പറേറ്റ് ചെയ്ത് വളരുന്നതാണ് കണ്ടോ. ഈ 2 തീക്കസിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രൂ ഇത് അവിടെ ഉണ്ട്. അതെങ്ങനെ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രൂ, ഇത് ഇങ്ങനെ ഒരു ഡിപ്രഷനാണിത്. ഈ ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രൂ നമ്മൾ ലൈൻ ഓഫ് ഡെഹിസൻസ് എന്നാ പറയാ. അതായത് ഈ ആന്തർ മെച്ചുറായി അത് പൊട്ടി പോളൻ ഗ്രെയിൻ പുറത്തു വരാൻ വേണ്ടിയിട്ടുള്ള ലൈൻ ഓഫ് ഡെഹിസൻസ് ആണ് ഈ കാണുന്നത് കണ്ടോ. മാർക്ക് ചെയ്തേക്കുന്നുണ്ടോ, ലൈൻ ഓഫ് ഡെഹിസൻസ്. ഇതിൽ കൂടെ ഇത് പൊട്ടിയിട്ടാണ്, ഈ വര 2 പൊട്ടിയിട്ടാണ് ഇതിന്റെ ഉള്ളിൽ നിന്ന് എന്ത് പുറത്ത് വരുന്നത്, പോളൻ ഗ്രെയിൻ പുറത്തു വരുന്നത്. എപ്പോ ഇതിന്റെ പോളൻ ഗ്രെയിൻ എല്ലാം മെച്ചുറായി കഴിഞ്ഞു കഴിയുമ്പോൾ കേട്ടോ. ഇനി ഇതിന്റെ ഉള്ളിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രൂ റൺസ് ലെങ്ത് വൈസ് സെപ്പറേറ്റിംഗ് ദ 2 തീക്ക. ഇനി നമുക്ക് വേരിയസ് ടൈപ്പ് ഓഫ് ടിഷ്യൂസും അതുപോലെ തന്നെ അതിന്റെ ഓർഗനൈസേഷനും ഈ ട്രാൻസ്ഫർ സെക്ഷൻ ഓഫ് ആന്തറിൽ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അതെന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ഇതിനകത്ത് കാണുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഫിഗർ 2.3a ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ആ ഡയഗ്രം ഒന്ന് കാണിച്ചു തരാം.
We'll just read it. Microsporangia develop further and become pollen sac. They extend longitudinally all through the length of an anther and are packed with pollen grain. ഇനി സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം നോക്കാം. ഇനി ട്രാൻസ്വേഴ്സ് സെക്ഷനിൽ ഒരു ടിപ്പിക്കൽ മൈക്രോസ്പൊറാഞ്ചിയം ഒരു സർക്കുലർ ഔട്ട്ലൈനിലാണ് കാണുക. ഓക്കെ, അതിനെ സറൗണ്ട് ചെയ്തിട്ട് 4 വോൾ ലെയേഴ്സ് കാണും. ഏറ്റവും പുറത്തെ ലെയറിനെ നമ്മൾ എപ്പിഡെർമിസ് എന്ന് പറയും. പിന്നെ അതിന്റെ ഉള്ളിൽ കാണുന്ന ലെയർ എൻഡോതീസിയം ലെയർ ആണ്. പിന്നെ കാണുന്നത് മിഡിൽ ലെയർ ആണ്. ഇതിന്റെ ഏറ്റവും ഉള്ളിലായിട്ട് നമുക്ക് ടപ്പീറ്റം ലെയർ കാണാം. ഇങ്ങനെ കാണുന്ന ഈ 4 ലെയർ ആണ് ഇതിന്റെ പ്രൊട്ടക്റ്റീവ് കവറിംഗ്. ഇതിന്റെ ഏറ്റവും പുറത്തെ 3 ലെയർ പ്രൊട്ടക്റ്റീവ് കവറിങ്ങും ടപ്പീറ്റം എന്ന് പറയുന്ന നറിഷ്മെന്റ് കൊടുക്കുന്നതാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം, ഡയഗ്രാം വെച്ച് പറയാം. അതിന് മുമ്പ് ജസ്റ്റ് നമുക്ക് ഈ തിയറി കൂടി ഒന്ന് പോയിട്ട് നോക്കാം കേട്ടോ. ഇതിന്റെ ഔട്ടർ 3 വോള് എപ്പിഡെർമിസും എൻഡോതീസിയവും അതുപോലെ തന്നെ മിഡിൽ ലെയറും കൂടി കൂടിയിട്ട് പ്രൊട്ടക്ഷൻ ആണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡെഹിസൻസ് ഓഫ് ആന്തറിന്റെ ലൈൻ ഓഫ് ഡെഹിസൻസ് ഉണ്ടല്ലോ, അതാ എൻഡോതീസിയം ലെയറിന്റെ പെക്യൂലിയാരിറ്റി കൊണ്ടാണ് കേട്ടോ. ആ എൻഡോതീസിയം ലെയറിന്റെ സെൽ വോള് ലൈൻ ഓഫ് ഡെഹിസൻസിന്റെ ഭാഗം എത്തുമ്പോൾ കുറച്ച് തിന്നായിരിക്കും. അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോളൻ ഗ്രെയിൻ മെച്ചൂർ ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ തിന്നായിട്ടുള്ള സെൽ വോള് പൊട്ടുകയും ലൈൻ ഓഫ് ഡെഹിസൻസ് ബ്രേക്ക് ഓപ്പൺ ചെയ്ത് പോളൻ ഗ്രെയിൻ എല്ലാം പുറത്തു വരികയും ചെയ്യാൻ സഹായിക്കും. ഓക്കെ, അതിന്റെ ഇന്നർ മോസ്റ്റ് വോൾ ലെയർ എന്ന് പറയുന്ന ടപ്പീറ്റാണ്. അത് ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിന് നറിഷ്മെന്റ് കൊടുക്കുന്നതാണ് ടപ്പീറ്റം എന്ന് പറയുന്നത്. ഈ ടപ്പീറ്റത്തിന്റെ സൈറ്റോപ്ലാസം വളരെ ഡെൻസ് ആണ്. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസും അതിന്റെ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ടപ്പീറ്റൽ സെൽ ബൈന്യൂക്ലിയേറ്റ് ആവാൻ കാരണം എന്താന്ന് വെച്ചാല് അവിടെ സെൽ ഡിവിഷൻ അല്ല ഇമ്പോർട്ടൻസ്, അവരുടെ പ്രൊട്ടക്ഷൻ അല്ല ചെയ്യുന്നത്. അവിടെ മാക്സിമം സൈറ്റോപ്ലാസത്തിന്റെ കണ്ടന്റ് കൂട്ടുകയും അതുപോലെ തന്നെ ഡെവലപ്പ് ചെയ്ത് വരുന്ന പോളൻ ഗ്രെയിന് നറിഷ്മെന്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അവിടെ സെൽ ഡിവിഷന് മെനക്കെടാതെ മാക്സിമം ഇൻക്രീസിംഗ് ദ സൈറ്റോപ്ലാസം കണ്ടന്റ് വിത്ത് ന്യൂക്ലിയസ് ആണ് ഇത് ചെയ്യുന്നത്. ന്യൂക്ലിയസോട് കൂടി അതിന്റെ സൈറ്റോപ്ലാസത്തിന്റെ കണ്ടന്റ് കൂട്ടും. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ നറിഷ്മെന്റിനുള്ള സൈറ്റോപ്ലാസ്മിക് കണ്ടന്റ് ഉണ്ടാവും അതിനകത്ത് കേട്ടോ. ഈ ആന്തർ യങ് ആയിരിക്കുന്ന സമയത്ത് ഒരു കമ്പാക്ട്ലി അറേഞ്ച്ഡ് ഹോമോജീനസ് സെൽസ് അതിന്റെ ഉള്ളിൽ കാണും. അതിന് നമ്മൾ സ്പോറോജീനസ് ടിഷ്യൂ എന്നാ പറയുന്നത്. അതായത് ആന്തർ മെച്യൂർ ആവുന്നതിന് മുമ്പ്, ആന്തർ വലുതാവുന്നതിന് മുമ്പ് തന്നെ അതിന്റെ സെന്റർ ഭാഗത്ത് ഈ എപ്പിഡെർമിസും എൻഡോതീസിയും മിഡിൽ ലെയറും ടപ്പീറ്റും ഒക്കെ ഇരിക്കുന്നതിന്റെ സെന്റർ ഭാഗത്തായിട്ട് കാണുന്ന ടിഷ്യൂന് സ്പോറോജീനസ് ടിഷ്യൂ എന്നാ പറയാ. ഈ സ്പോറോജീനസ് ടിഷ്യൂ അതിന്റെ സെന്റർ ഭാഗത്തായിരിക്കും ഒക്യുപ്പൈ ചെയ്യുന്നത്. ഈ സ്പോറോജീനസ് ടിഷ്യൂ ആണ് മൈക്രോസ്പോറോജെനസിസിന് വേണ്ടിയിട്ട് മൈക്രോസ്പോറോജെനസിന്റെ സമയത്ത് അവിടെ സെൽ ഡിവിഷൻ നടത്തുന്നത് കേട്ടോ. ഇനി ഞാൻ ആ സെയിം പറഞ്ഞത് തന്നെ അതാ ഇവിടെ ഡയഗ്രാം നോക്കി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതിന്റെ ഈ മൈക്രോസ്പൊറാഞ്ചിയ ഓരോന്നും അതിന്റെ ഔട്ടർ ഫിഗർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ റൗണ്ട് ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത് കണ്ടോ. ഇതിന്റെ ഏറ്റവും പുറത്തെ ലെയർ എന്ന് പറയുന്നത് എപ്പിഡെർമിസ് ആണ് കണ്ടോ. ഈ ലെയർ എപ്പിഡെർമിസ് ആണ്. ഇനി ഇതിന്റെ കുറച്ച് ലൈറ്റ് ഗ്രീൻ ആയിട്ട് കാണിച്ചേക്കുന്ന ഈ ലെയർ എൻഡോതീസിയം ലെയർ ആണ്. ഈ ലെയർ എൻഡോതീസിയം ലെയർ ആണ്. എൻഡോതീസിയം ലെയർ ഇതാ ഈ ഭാഗത്ത് എത്തിക്കഴിയുമ്പോൾ എൻഡോതീസിയം ലെയർ ഈ ഒരു റീജിയനിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവിടുത്തെ എൻഡോതീസിയൽ സെൽസിന്റെ സെൽ വോള് കുറച്ച് തിന്നായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ചാൽ ആന്തർ മെച്യൂർ ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലൈൻ ഓഫ് ഡെഹിസൻസിന്റെ ഭാഗത്തിരിക്കുന്ന എൻഡോതീസിയം ലെയർ പൊട്ടിപ്പോവും. അപ്പൊ എന്താവും, അതിന്റെ സെൽ വോള് തിന്നായതുകൊണ്ടാണ് അത് പൊട്ടിപ്പോകുന്നത്. പിന്നെ അവിടെ ഒരു ഹൈഡ്രോകൊളോയിഡൽ ആക്ടിവിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ, നിങ്ങൾ അത്ര ഡീപ്പായിട്ട് പഠിക്കേണ്ട. അപ്പൊ ഈ എൻഡോതീസിയം ലെയർ ആണ് അവരെ ലൈൻ ഓഫ് ഡെഹിസൻസിൽ ശരിക്കും ആക്ട് ചെയ്യുന്നത്. ഡെഹിസൻസ് എന്ന് പറഞ്ഞാൽ പൊട്ടി പുറത്തേക്ക് വരുന്ന പ്രോസസ്സിനെയാണ് ഡെഹിസൻസ് എന്ന് പറയുന്നത്. അപ്പൊ ലൈൻ ഓഫ് ഡെഹിസൻസിൽ ഈ എൻഡോതീസിയത്തിന്റെ തിൻ സെൽ വോൾ ആണ് ലൈൻ ഓഫ് ഡെഹിസൻസ് പൊട്ടാൻ സഹായിക്കുന്നത്. ഇനി ഇതിന്റെ ഉള്ളിൽ കാണുന്ന നെക്സ്റ്റ് ലെയറിന് നമ്മൾ എന്ത് പറയുന്ന അറിയോ, മിഡിൽ ലെയർ എന്ന് പറയും കണ്ടോ. അത് ഇത്രയും ഭാഗമാണ് അതിന്റെ മിഡിൽ ലെയർ എന്ന് പറയുന്നത്. അതേപോലെ നെക്സ്റ്റ് ലെയർ ഈ ഇത്രയും ഭാഗമാണ് ടപ്പീറ്റം എന്ന് പറയുന്നത്. ഈ ടപ്പീറ്റം ലെയറിലാണ് ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് ഉള്ള സെൽസ് ഇരിക്കുന്നത്. ഈ സെൽസ് ആണ് എന്തിന് നറിഷ്മെന്റ് കൊടുക്കുന്നത്, ഇവിടെ ഉള്ള സെൽസ് അതായത് സ്പോറോജീനസ് ടിഷ്യൂലുള്ള സെൽസ് മൾട്ടിപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ മിയോട്ടിക് ഡിവിഷൻ ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് മൈക്രോസ്പോർ ഉണ്ടാവുകയും മൈക്രോസ്പോർ ഡെവലപ്പ് ചെയ്ത് പോളൻ ഗ്രെയിൻ ആയിട്ട് മാറുകയും ചെയ്യുമ്പോൾ അതിന് വേണ്ട നറിഷ്മെന്റ് കൊടുക്കുന്നത്, അതിന് വേണ്ട ഫുഡ് കൊടുക്കുന്നത് ഈ ടപ്പീറ്റൽ സെൽസ് ആണ് കേട്ടോ.
നോക്കിയേ, എപ്പിഡെർമിസ് ഇതാണ്, എൻഡോതീസിയം ദാ ഈ ലെയർ ആണ്, അതേപോലെ തന്നെ മിഡിൽ ലെയർ ദാ ഈ ഭാഗമാണ്. മിഡിൽ ലെയർ ഒന്നിൽ കൂടുതൽ കാണും കേട്ടോ, 1 2 3 ലെയറൊക്കെ കാണും മിഡിൽ ലെയർ. അതാണ് ദാ ഈ ലെയറും മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന മിഡിൽ ലെയർ. അതുപോലെ നെക്സ്റ്റ് ലെയർ ടപ്പീറ്റം ദാ ഈ ലെയർ ആണ്. അതേപോലെ അതിന്റെ ഉള്ളിൽ നമുക്ക് ദാ ഈ ഭാഗത്താണ് എന്തിരിക്കുന്നത്, സ്പോറോജീനസ് ടിഷ്യൂ ഇരിക്കുന്നത്. ഈ സ്പോറോജീനസ് ടിഷ്യൂ വലുതായി കഴിഞ്ഞാൽ അത് മെച്ചുവർ ആവുമ്പോൾ മൈക്രോസ്പോർ മദർ സെല്ലായി ആയിട്ട് മാറും. ഈ മൈക്രോസ്പോർ മദർ സെല്ലാണ് എന്ത് സംഭവിക്കുന്നത്, മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് മൈക്രോസ്പോർ ആയിട്ട് മാറുന്നത്. മൈക്രോസ്പോർ ആണ് ഡെവലപ്പ് ചെയ്തിട്ട് പോളൻ ഗ്രെയിൻ ആയിട്ട് മാറുന്നത്. അപ്പൊ ഈ പോളൻ ഗ്രെയിൻ ആണ് പിന്നീട് മൈക്രോസ്പൊറാഞ്ചിയ എന്ന ഭാഗത്ത് ഇവിടെ പോളൻ സാക്ക് ആയിട്ട് കാണുന്നത്. മൈക്രോസ്പൊറാഞ്ചിയ എന്ന് പറയുന്നത് ദാ ഇത്രയും ഭാഗമാണ്, ഇത്രയും ഭാഗമാണ് മൈക്രോസ്പൊറാഞ്ചിയ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത്രയും ഭാഗത്ത് ഇതിന് പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ സെന്റർ ഭാഗത്ത്, പ്രൊട്ടക്റ്റീവ് കവറിംഗിന്റെ ആ സെന്റർ ഭാഗത്ത് ഫുള്ള് പോളൻ സാക്ക് നിറഞ്ഞിരിക്കുന്ന പോലെ തോന്നും, അല്ല പോളൻ ഗ്രെയിൻ നിറഞ്ഞിരിക്കുന്ന പോലെ തോന്നും. എന്ന് പറഞ്ഞാൽ ഒരു ചാക്കിന്റെ ഉള്ളിൽ നിറയെ പോളൻ ഗ്രെയിൻ ഇരിക്കുന്ന പോലെ തോന്നും. അതുകൊണ്ടാണ് ആ 4 കോർണറും 4 പോളൻ സാക്ക് ആയിട്ട് മാറും എന്ന് പറയാനുള്ള കാരണം കേട്ടോ. അതേപോലെ ഈ ആന്തറിന്റെ 2 ലോബിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ദ ഈ കണക്റ്റീവ് എന്ന് പറയുന്ന സ്ട്രക്ചർ. നമുക്കൊന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് മൈക്രോസ്പോറോജെനസിസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും ആ സ്പോറോജീനസ് ടിഷ്യൂ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പുതിയ ഒരു ഇതായിട്ട് മാറുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. So here, structure of microsporangium. In a transverse section, a typical microsporangium appears near circular in outline. It is generally surrounded by 4 wall layers, the epidermis, endothelium, middle layers and the tapetum. The outer 3 wall layers perform the function of protection and help in dehiscence of anther to release the pollen. The innermost wall layer is the tapetum. It nourishes the developing pollen grain. Cells of the tapetum possess dense cytoplasm and generally have more than 1 nucleus. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. Can you think of how tapetal cells could become binucleate? ബൈന്യൂക്ലിയേറ്റ് ആവാൻ കാരണം എന്താ, അവര് ന്യൂക്ലിയർ ഡിവിഷൻ നടന്നിട്ട് സൈറ്റോകൈനസിസ് ചെയ്യുന്നില്ല, സെൽ ഡിവിഷൻ ചെയ്യുന്നില്ല. അപ്പൊ എന്താവും, ഒരു സെല്ലിന്റെ ഉള്ളിൽ ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് വരും, അത്ര തന്നെ. When the anther is young, a group of compactly arranged homogeneous cells are called sporogenous tissue occupy the center of each microsporangium. ആ സ്പോറോജീനസ് ടിഷ്യൂ എന്നാണ് മൈക്രോസ്പോർ മദർ സെല്ല് ഡിഫറൻഷിയേറ്റ് ചെയ്ത മൈക്രോസ്പോർ മിയോട്ടിക് ഡിവിഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് അടുത്ത സെഷനിൽ പഠിക്കാം കേട്ടോ. അപ്പൊ ഇത്രയും നന്നായിട്ട് പഠിക്കാം. മൈക്രോസ്പോറോജെനസിസ് നെക്സ്റ്റ് സെഷനിൽ പഠിക്കാം.